അര കപ്പ് ചെറുപയർ വെച്ചിട്ട് വായിൽ വെള്ളമൂറും രുചിയിൽ വെറും 5 മിനിറ്റിൽ കുക്കറിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പായസമാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 250 ഗ്രാം ചെറുപയർ എടുത്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ കറി വെക്കാനായിട്ട് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതുവേ നമ്മളിതുകൊണ്ട് അങ്ങനെ പായസം ഒന്നും റെഡിയാക്കാറില്ല. എന്നാൽ ഒരു തവണയെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കണേ. എല്ലാവർക്കും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. അടപ്രഥമത്തിൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റും ഈ ഒരു പായസവും. ഇപ്പോൾ ഞാനിതാ ചെറുപയർ കുതിർത്തിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നേരെ കുക്കറിലിട്ടിട്ട് ഏകദേശം 1 കപ്പ് ചെറുപയറാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ 3 കപ്പ് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെയിറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഏകദേശം ഒരു 4 വിസിൽ വരുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും. പിന്നെ ഞാനിത് കുതിർക്കാത്തതിൻ്റെ പേരിലാണ് ഇവിടെ 4 വിസിലൊക്കെ അടുപ്പിക്കുന്നത്. ഇനിയിപ്പോൾ കുതിർത്തതാണെങ്കിൽ ഒരു 2 വിസിൽ മാത്രം മതിയാവും. അപ്പോഴേക്കും തന്നെ നല്ല അടിപൊളി സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യത്തിന് ഏകദേശം 300 ഗ്രാം ശർക്കരയാണ് ചേർക്കുന്നത്. അച്ച് പ്രകാരം ഇതുപോലെ അച്ച് നോക്കുകയാണെങ്കിൽ ഒരു 5 അച്ചോളം ശർക്കര എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ മധുരം അല്പം കുറക്കണം എന്നുള്ളവർക്ക് ഒരു 3 അച്ച് ശർക്കരയ്ക്ക് വെച്ചിട്ടും ചെയ്തെടുക്കാം. ഇതിലോട്ട് 1 കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. അപ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കറൊക്കെ ഏകദേശം ഒരു 3 വിസിലൊക്കെ അടിച്ചിട്ടുണ്ട്. ഒരൊറ്റ വിസിൽ വരുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ശർക്കരയും തന്നെ നല്ല രീതിയിൽ ഉരുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതൊരു നല്ലൊരു സ്ട്രെയിനറിൽ വെച്ചിട്ട് അരിച്ചിട്ട് ഒഴിവാക്കുക. മണ്ണുണ്ടാവും, കല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നേരിട്ടിട്ട് തന്നെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ അതാ നമ്മുടെ ചെറുപയർ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഇനി നമ്മളൊരു കുഞ്ഞിക്കൈയിലോ ഒക്കെ വെച്ചിട്ട് ഇത് ജസ്റ്റ് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. അതല്ല എങ്കിൽ നമ്മൾ ചെറുപയർ കൊണ്ട് പായസം റെഡിയാക്കുന്ന സമയത്ത് ചെറുപയർ താഴെയും പാലാണോ അതോ തേങ്ങാപ്പാലാണോ എടുക്കുന്നതെന്ന് വെച്ചാൽ അത് മുകളിലായിട്ട് രണ്ടും രണ്ടായിട്ട് നിൽക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിന്ന് പാല് വെച്ചിട്ടാണ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ ടെൻഷനാണ്. തേങ്ങ ചിരണ്ടലും പാലെടുക്കലും ഒത്തിരി പണിയാണല്ലേ. അപ്പോൾ ഒരു പാക്ക് പാല് വാങ്ങിക്കോളൂ കേട്ടോ. പാല് വെച്ചിട്ട് ചെയ്യുമ്പോഴും നല്ല രുചിയാണ്. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ റെഡിയാക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. നന്നായിട്ട് ഞാനിതാ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോക്ക് ലൈക്ക് ഒന്ന് തരണേ. അപ്പോൾ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ശർക്കരയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലോ, നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. ഒന്ന് തിളച്ച് വരണം കേട്ടോ. ശർക്കരയും ചെറുപയറും നല്ല രീതിയിൽ തന്നെ മിക്സായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും ഇത് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കണം എന്ന് കരുതിയിട്ട് കുക്കറിൻ്റെ മൂടിയും വെയിറ്റൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് കുറഞ്ഞ തീയിലാക്കി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിൽ ശർക്കരപ്പാനിയും അതുപോലെ തന്നെ ഈ ഒരു ചെറുപയറൊക്കെ അതിൽ കിടന്നിട്ട് വേവും ചെയ്യും. രണ്ടും നല്ലോണം മിക്സായി കിട്ടും. ശർക്കര ഒഴിക്കുമ്പോൾ ഒന്നുകൂടി ഇങ്ങനെ ഹാർഡായി പോലെ നിൽക്കും കേട്ടോ. ഒന്നുകൂടി ഇങ്ങനെ വേവാത്ത പോലെയൊക്കെ നിൽക്കും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ചെറുപയറൊക്കെ വെന്ത് കിട്ടും. അടച്ച് കൊടുത്ത് വിസിലടുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി. കണ്ടല്ലോ, അപ്പോൾ ശർക്കരയും അതുപോലെ തന്നെ ചെറുപയറും നല്ല രീതിയിൽ തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ മിക്സായ ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല മിൽമയുടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു പായസത്തിന് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മളിതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം. ഈ പായസം അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിനി മധുരം കുറച്ച് കുറക്കണം എന്നുണ്ടെങ്കിൽ 3 അച്ച് ശർക്കര വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഷുഗർ പേഷ്യൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശർക്കര 1 or 2 ഒക്കെ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഇതിലോട്ട് ഞാനിവിടെ ഏകദേശം ഒരു 500 മില്ലി പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മളൊരു പാക്കറ്റ് പാല് മുഴുവനായിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തിളപ്പിച്ച പാലൊന്നുമില്ല, പച്ചപ്പാൽ തന്നെയാണ്. അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഈ ഒരു പാലും കൂടി തിളപ്പിച്ചെടുക്കണം. ഒരുപാട് പാലും കാര്യങ്ങളൊന്നും വേണ്ട. അതുപോലെ തന്നെ തേങ്ങ ചിരകാൻ മടിയുള്ള എന്നെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്നൊരു പായസമൊക്കെ കുടിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പായസമാണ്. നല്ല രീതിയിൽ തന്നെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. കണ്ടാലും നല്ല കുറുകിയ രൂപത്തിലാണ് എന്ന് കരുതിയിട്ട് ഒത്തിരി കുറുകിയ രൂപത്തിലല്ല.
ഇനി നമുക്കിതിലോട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ കുറച്ച് ഏലക്കയുടെ കുരു എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ചതച്ച് 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള പൗഡർ കയ്യിലുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ചുക്കിൻ്റെ പൗഡർ, ചുക്കും ഇതിലോട്ട് ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചുക്ക് ഞാനിവിടെ ചേർക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് ഇത്തിരി ചുക്കിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഏലക്കയുടെ പൊടി മാത്രമേ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താലും മതി. എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ഒരു തവണ നമ്മളെ മക്കൾക്കൊക്കെ ഇത് റെഡിയാക്കി കൊടുത്താൽ പിന്നെ എപ്പോഴും ഈ ഒരു പായസത്തിനായിട്ട് അവർ വെയിറ്റ് ചെയ്യും കേട്ടോ. അത്രയ്ക്ക് രുചിയാണ്. ഉണ്ടാക്കുമ്പോൾ 2-3 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് നമ്മൾ ആ ശർക്കരയും അതുപോലെ തന്നെ ഈ ഒരു ചെറുപയറൊക്കെ മിക്സ് ആവാനായിട്ട് 5 മിനിറ്റ് അടച്ച് വെക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോഴേ നല്ല രീതിയിൽ തന്നെ കുറുകി പായസം കിട്ടുകയുള്ളൂ. നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വറവിട്ട് കൊടുക്കാം. ഒന്നെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എടുക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്തെടുത്തിട്ടാട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട് പോണത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങാക്കൊത്തൊക്കെ ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ മുന്തിരിക്കും അണ്ടിപ്പരിപ്പിനൊന്നും വേണ്ടിയിട്ട് ആരും വെയിറ്റ് ചെയ്യേണ്ട. കുറച്ച് തേങ്ങാക്കൊത്തെടുത്തിട്ട് നമുക്ക് നീളത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് വറുത്തൊഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതവിടെ ഒരു കുഞ്ഞു ചട്ടിയിലോട്ട് ഏകദേശം ഒരു 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നെയ്യിന് പകരം നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. നെയ്യ് ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. തേങ്ങ ഇതുപോലെ ചെറുതായി നീളത്തിലരിഞ്ഞത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്നൊരു പ്രത്യേക അളവില്ല കേട്ടോ. കുറച്ച് കൂടുതലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ കിട്ടുമ്പോൾ അതിന് വല്ലാത്തൊരു രുചിയാണ്. നല്ല രീതിയിൽ തന്നെ തേങ്ങയ്ക്കൊന്ന് മൊരിഞ്ഞിട്ട് കളർ നല്ല രീതിയിൽ ചേഞ്ചായി വരണം. ആ ഒരു സമയം വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കുക. താല്പര്യമുള്ളവർക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ തേങ്ങാക്കൊത്ത് മാത്രമേ എടുക്കുന്നുള്ളൂ. ബറാത്തൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ ബറാത്ത് സ്പെഷ്യലായിട്ട് ഈ ഒരു ഐറ്റം ഒന്ന് ചെയ്ത് നോക്കട്ടോ. എന്തായാലും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. നല്ല രീതിയിൽ തന്നെ മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ഈ ഒരു നെയ്യോട് കൂടിയിട്ടുള്ള ഈ ഒരു തേങ്ങാക്കൊത്ത് മുഴുവനായിട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ അടുപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുക. നല്ല ചൂടുണ്ടല്ലോ, ആ ചൂടൊന്ന് ആറിക്കിട്ടെ കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഈ ഒരു തേങ്ങാക്കൊത്തിൻ്റെ നെയ്യും ഒക്കെ ഈ ഒരു പായസത്തിലോട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സായിട്ട് കിട്ടുകയും ചെയ്യും. നല്ല അടിപൊളി സ്മെല്ലോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ചെറുപയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കാം. കണ്ടല്ലോ, ചെറുപയറൊക്കെ മുകളിൽ തന്നെ ഉണ്ട്, താഴോട്ട് പോയിട്ടൊന്നുമില്ല. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പായസം കൂടിയാണ്. ചെറുപയർ കഴിക്കാൻ മടിയുള്ള മക്കളാണെങ്കിൽ ഇതുപോലെ പായസമൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. വളരെ ഇഷ്ടത്തോടു കൂടി വയറ് നിറച്ച് അവർ കഴിച്ചോളും. പിന്നെ നമ്മൾ ഒരൊറ്റ ഗ്ലാസ്സിലൊന്നും ഇത് നമുക്ക് നിർത്താൻ തോന്നില്ല കേട്ടോ. ചുരുങ്ങിയതൊരു 2 ഗ്ലാസ് എങ്ങനെ ആയാലും നമ്മൾ കുടിക്കും. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം കൂടുതൽ തന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കുക. അതിങ്ങനെ കുടിക്കാൻ വീണ്ടും വീണ്ടും കുടിക്കാനായിട്ട് തോന്നും. അതുപോലെയുള്ളൊരു പായസമാണ് ഈ ഒരു ചെറുപയർ പായസം. അപ്പോൾ നമ്മൾ പരിപ്പ് വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. ഇതുപോലെ ചെറുപയർ വെച്ചിട്ട്, ചെറുപയറിൻ്റെ പരിപ്പ് വെച്ചിട്ട് ചെയ്യാറുണ്ട്. ഇതുപോലെ ഫുള്ളായിട്ടുള്ള ചെറുപയർ വെച്ചിട്ട് ആരെങ്കിലും പായസം ചെയ്ത് നോക്കിയിട്ടുണ്ടോ? പഴയ കാലങ്ങളിലൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ചെറുപയർ പരിപ്പൊക്കെ വന്നതോട് കൂടിയിട്ട് അതൊക്കെ കുറച്ച് അങ്ങോട്ട് മാറ്റി നിർത്തി പരിപ്പ് വെച്ചിട്ടായില്ലേ. എന്നാൽ ഇതുപോലെ കൂടി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നല്ല രുചിയാണ് ഈ ഒരു പായസത്തിന്. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ്സിലോട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ചെറുപയറൊക്കെ ഇതാ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഗ്ലാസ് ഫുള്ളായിട്ട് ചെറുപയർ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ആവണം നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ. മറ്റേത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചെറുപയർ താഴെയായിട്ട് അങ്ങനെ കിടക്കും. പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലാണെങ്കിൽ ഇത് മുകളിലായിട്ടും അങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും നമുക്കെടുക്കാം. നമ്മൾ ആ പാൽ ഒഴിച്ച് കൊടുക്കുന്ന സമയം 2-ാം പാൽ ഒഴിച്ച് കൊടുക്കുക. അത് നല്ല രീതിയിൽ മിക്സ് ആയതിനു ശേഷം മാത്രം 1-ാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഗ്യാസിൽ നിന്നും വാങ്ങി വെച്ച് ഇതുപോലെ തേങ്ങ കൊത്തിട്ടിട്ടൊന്ന് വറവെടുത്താലും മതി. പിന്നെ ചിലർക്ക് പാലിൻ്റെ പശുവും പാൽ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അതിൻ്റെ സ്മെല്ലും ടേസ്റ്റൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. സിമ്പിൾ റെസിപ്പി അല്ലേ. കണ്ടല്ലോ, ചെറുപയർ ആ ഒരു നല്ല ഒരുപാട് കുറുകിയ രൂപത്തിലല്ല എങ്കിലും നമുക്ക് കുടിക്കാൻ പറ്റുന്ന അതേ ഒരു രൂപത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട്, ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ നോക്കി കൊടുക്കുക.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്കും കൂടിയും തരണേ. ചെറുപയർ പായസമൊക്കെ ഇഷ്ടമായോ, എന്താ ഏതാണെന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഒരു തവണയെങ്കിലും ഒരു ഇച്ചിരി ചെറുപയർ എടുത്തിട്ടെങ്കിലും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക. ഏകദേശം ഞാനിപ്പോൾ ഉണ്ടാക്കിയ അത് ഏകദേശം ഒരു 8 ആൾക്കാർക്ക് ഓരോ ഗ്ലാസ് എടുക്കാണ്ടാവും കേട്ടോ. അത്യാവശ്യം വലിയ ഗ്ലാസ്സിൽ തന്നെ. അപ്പോൾ ഒരു അര കപ്പ് കൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3-4 പേർക്ക് തന്നെ ഇതുപോലെ നല്ല അടിപൊളി വയറ് നിറച്ച് കഴിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നോ എല്ലാം ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.